അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നത് മുഹമ്മദ് ഖുറൈശികളുടെ കുലദൈവമായ അള്ളാഹുവിനെ മാത്രം കഅബയിൽ നിർത്തി ബാക്കി ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കി കഅബയെ വിഗ്രഹമാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിൽ വിഗ്രഹപൂജ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇസ്ലാമിൽ വിഗ്രഹപൂജയുണ്ട് എന്നൊക്കെയാണ്. ജബ്ബാറിൻ്റെ വാക്ക് ഇങ്ങനെയാണ്: ഇവരെ ഇണക്കിയത് കൊണ്ട് ഖുറൈശികളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഈ അള്ളാഹുവിന്റെ ഭവനത്തെ, അള്ളാഹുവിന്റെ ഭവനം എന്ന് മുഹമ്മദ് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാത്രം ഭവനമല്ല, ഒരുപാട് കുലദൈവങ്ങളുടെ ഭവനമായിരുന്ന കഅബയാണ്. മുഹമ്മദ് ഈ കഅബയായിരുന്നു മുഹമ്മദിന്റെ മനസ്സിലുണ്ടായിരുന്നത്. കഅബ എന്ന ഈ വിഗ്രഹാരാധനയുടെ കേന്ദ്രത്തെ മുഹമ്മദിന്റെ ഒറ്റ ദൈവത്തിന്റെ വിഗ്രഹാരാധന കേന്ദ്രമാക്കി മാറ്റുക എന്നത് മാത്രമായിരുന്നു മുഹമ്മദിന്റെ ലക്ഷ്യം. ഇസ്ലാം വിഗ്രഹാരാധനയ്ക്ക് എതിരല്ല, പക്ഷെ ഇസ്ലാം ബഹുദൈവാരാധനയ്ക്കെതിരാണ്. അത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. പലരുടെയും ധാരണ ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരാണെന്ന്. അല്ല, ഇസ്ലാമിൽ വിഗ്രഹാരാധനയുണ്ട്. വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന കഅബയെ ഇസ്ലാമിന്റെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെ തന്നെ ഗോത്രദൈവമായിരുന്ന അള്ളാഹുവിനെ മാത്രം മതി നമുക്ക്, മറ്റു ദൈവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വിഗ്രഹാരാധന കേന്ദ്രമാക്കി കഅബയെ മാറ്റുക എന്നതായിരുന്നു മുഹമ്മദിന്റെ അഭിലാഷം. അതാണ് മക്ക കീഴടക്കുന്നതോടുകൂടി മുഹമ്മദ് നടപ്പിലാക്കിയത്. ഇതാണ്. അപ്പോൾ എത്ര വിചിത്രമായിട്ടുള്ള വാദഗതികളാണ് ജബ്ബാർ ഉന്നയിക്കണതെന്ന് നിഷ്പക്ഷമായി ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. കഅബ ഒരു ബഹുദൈവ ആരാധനാ കേന്ദ്രമായിരുന്നു എന്നാണ് ജബ്ബാർ പറയുന്നത്. അതായത് ഇവിടുത്തെ സംഘികളൊക്കെ പറയും പോലെ മക്കയും മദീനയൊക്കെ ഇവരുടെ കേന്ദ്രമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കത്ത് വേറെ പള്ളി ഉണ്ടാക്കിക്കോളി, അത് ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഇതാണ് സംഘികളുടെ ഭാഷ്യം. ജബ്ബാർ അവിടേക്ക് എത്താൻ ജബ്ബാർ യുക്തിവാദി ആയതുകൊണ്ട് തന്നെ മൂപ്പർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മൂപ്പരുടെ മനസ്സിലിരിപ്പ് സംഘികളെ പിടിച്ചടക്കിക്കോട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ മക്കയുടെ ചരിത്രം, കഅബയുടെ ചരിത്രം എന്താണ്? അത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ച് വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ മാറ്റി നിർത്താം. അറബി ചരിത്രം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചരിത്രത്തെ പോലും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് യുക്തിവാദി സംസാരിക്കണമെങ്കിൽ ആ യുക്തിവാദിയുടെ തൊലിക്കട്ടി അപാരമാണ്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലും അയാൾ അകറ്റി നിർത്തും ആ കാര്യത്തിൽ. അത്രയ്ക്ക് യുക്തിവാദത്തോടു കൂടിയാണ് യുക്തിവാദി ചരിത്രം പറയുന്നത്. യഥാർത്ഥത്തിൽ കഅബ എന്ന് പറയുന്നത് ഉണ്ടാക്കിയതാരാണ്? അറബി ചരിത്രം, ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി വരുന്നതിന് മുമ്പുള്ള മക്കയുടെ ചരിത്രം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ ജനവാസമില്ലാതിരുന്നൊരു കേന്ദ്രം, ഒരു സ്ഥലം, ചുറ്റും മലകൾ, വടക്ക് ഭാഗത്ത് നീണ്ട് നിവർന്ന് കിടക്കുന്ന കോയിക്കയാഗ് എന്ന് പറഞ്ഞൊരു പർവ്വതം, കിഴക്ക് ഭാഗത്ത് ജബൽ അബി ഖുബൈസ്, പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ വേറെ ചില മലകൾ, അതുപോലെ തെക്ക് ഭാഗത്തുമുണ്ട്. ഈ മലകൾക്കിടയിലുള്ള ഒരു കുഴിമ്പാട്, ഇതാണ് മക്ക എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യ ഹാജറയെയും മുലകുടി പറ്റിയിട്ടില്ലാത്ത കഴിഞ്ഞിട്ടില്ലാത്ത മകൻ ഇസ്മായിലിനെയും കൊണ്ട് കുടിയിരുത്തുകയാണ്. അതിനുശേഷം അവിടെ സംസം രൂപപ്പെടുന്നു. പിന്നീടാണ് തെക്ക് യമനിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയോ മറ്റോ ആയിരുന്ന ഒരു സംഘം, ജുർഹും കബീലയിൽപ്പെട്ട ഒരു സംഘം അവിടെ എത്തിപ്പെടുന്നതും അവരവിടെ തമ്പടിച്ചപ്പോൾ അവിടെ ഇങ്ങനെ പക്ഷികൾ പറക്കുന്നത് കണ്ടു. മുമ്പൊന്നും ഇല്ലാത്തൊരനുഭവം. അപ്പോൾ ഇവിടെ എവിടെയോ വെള്ളമുണ്ടല്ലോ എന്ന് കരുതി അവർ ആ പ്രദേശത്ത് വെള്ളം ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞേക്കുന്നു.
അങ്ങനെ ഈ അന്വേഷക സംഘം ഒരു ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒറ്റയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ അടുത്തിരിക്കണമാണ് കാണുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചു, അവരോട് അനുവാദം വാങ്ങി, ഞങ്ങളിവിടെ വരട്ടെ, താമസിക്കട്ടെ. അപ്പോൾ ആ സ്ത്രീ, അതായത് ഹാജർ, അവർക്ക് അനുവാദം കൊടുത്തു. പക്ഷെ വെള്ളത്തിൻ്റെ അധികാരം എനിക്ക് മാത്രമാണ് എന്ന് ഹാജർ അപ്പം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ജനവാസം തുടങ്ങുന്നത്. തുടർന്ന് ഇസ്മായിൽ എന്ന കുട്ടി വളർന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് കഅബ പണിതത്. വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഇപ്പം ഞാൻ ഉദ്ധരിക്കുന്നില്ല. പക്ഷേ അറബി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണിത്. അന്ന് ഇസ്മായിലും ഇബ്രാഹിമും ആരായിരുന്നു? അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അവരാണ് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കഅബ ഉണ്ടാക്കിയത്, അതിൻ്റെ ചുറ്റുഭാഗം പള്ളിയായിട്ട് പ്രഖ്യാപിച്ചത്, ബലദ് ഹറാമായി വിശുദ്ധ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. പിന്നീട് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, അംർ ഇബ്നുൽ ലുഹയ്യ് എന്ന് പറയുന്ന മക്കയിലെ ഒരു കച്ചവടക്കാരൻ ഷാമിൻ്റെ ഭാഗത്ത് പോയി അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ഹുബൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ ചോദിച്ചു വാങ്ങിയതാണ്. അങ്ങനെയാണ് അയാൾ ഈ വിഗ്രഹത്തെ മക്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി അതിനെ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് പിന്നീട് മക്കയിൽ വിഗ്രഹപൂജ തുടങ്ങുന്നതും കൂടുതൽ വിഗ്രഹങ്ങൾ വരുന്നതുമൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് കഅബയിൽ ഇവർ വിഗ്രഹത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെ അടക്കം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ജബ്ബാറിന് ഈ ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, ജബ്ബാർ യുക്തിവാദി ആയതുകൊണ്ട് അയാൾക്ക് സത്യം പറയാൻ കഴിയില്ല. അയാൾ വസ്തുതകൾ അട്ടിമറിച്ചുകൊണ്ട് മറിച്ചിട്ടുകൊണ്ടേ സംസാരിക്കൂ. അതുകൊണ്ട് അയാൾ ഇത് വിഗ്രഹപൂജയുടെ കേന്ദ്രമായിരുന്നു എന്ന് തട്ടിവിടുകയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് അറബികളുടെ ഖുറൈശികളുടെ കുലദൈവത്തെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. അവിടെ എവിടെയാണാവോ ഈ കുലദൈവത്തിൻ്റെ ഒരു വിഗ്രഹമുള്ളത്? അത് ജബ്ബാറൊന്ന് കാണിച്ചു തരുമോ? എന്നാൽ തൽക്കാലില്ല. ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യന്, അയാൾ മക്കത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പോയിരിക്കാൻ സാധ്യതയില്ല. അയാൾ അനുമാനിക്കാണ് അവിടെ ഖുറൈശികളുടെ കുലദൈവമാണ് അള്ളാഹു എന്ന് ആദ്യമായിട്ട് നിഗമിക്കല്ല. ഇതൊക്കെ ആരൊക്കെ എഴുതി വെച്ചത് ഛർദ്ദിക്കാണ് ഇയാൾ. അതിങ്ങനെ ചർവണം ചെയ്താൽ അല്ലെങ്കിൽ ഛർദ്ദിക്കാണ് ഇയാൾ ചെയ്യുന്നത്. ഇതൊന്നും ജബ്ബാറിൻ്റെ മനസ്സിൽ ഉദിച്ചതുമല്ല. കാരണം ജബ്ബാർ ഖുർആനിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ എപ്പിസോഡിൽ ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയും, അത് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഈ ബോധോദയമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകങ്ങൾ ആരാണ് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ, ഓറിയൻ്റലിസ്റ്റുകൾ, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി എഴുതി പിടിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഈ ആദ്യമൊക്കെ തട്ടി വീണത്. അതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിനെ കുലദൈവമായി സമർപ്പിക്കുന്നു. എന്നിട്ട് ആ കുലദൈവത്തിൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ജബ്ബാറിന് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വിഗ്രഹത്തെ കാണിച്ചു തരാൻ കഴിയുമോ എന്നുള്ളത് ജബ്ബാറിനോടൊരു വെല്ലുവിളി എന്ന നിലയ്ക്ക് ഏത് മുസ്ലിമിനും ചോദിക്കാവുന്ന ഒരു സംഗതിയാണ്. ജബ്ബാറിന് കഴിയില്ല. കാരണം അള്ളാഹു എന്ന് പറയുന്നത് കുലദൈവമല്ലാന്നും ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടാവായിട്ടുള്ള ആ ശക്തിയെ സംബന്ധിച്ച് പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനിയിത് ഖുർആൻ മാത്രമല്ല, അറബി നാടുകളിലുള്ള ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു തന്നെയാണ്. അവരുടെ കുലദൈവമാവില്ല ഏതായാലും ഖുറൈശികളുടെ കുലദൈവം, അവരുടെ ദൈവം യേശു ക്രിസ്തുവാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് എന്ന നിലക്ക് അവർ സംബോധന ചെയ്യുന്ന ഏകനായിട്ടുള്ള അള്ളാഹുവിനെ, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ അവർ അള്ളാഹു എന്ന് പറയുന്നു. അത് അറബി ബൈബിൾ നോക്കിയാൽ വായിച്ചാൽ ആർക്കും കിട്ടുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ ജൂതന്മാർ, അറബികളായിട്ടുള്ള ജൂതന്മാർ അള്ളാഹു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ജബ്ബാർ പറയുന്ന ഈ കുലദൈവം വന്നിട്ടുള്ളത്?
ഇനി വിഗ്രഹമാണ് ഇത് കുലദൈവമായിട്ടുള്ള അള്ളാഹുവിൻ്റെ വിഗ്രഹമാണെങ്കിൽ അത് പ്രതിഷ്ഠിക്കണ്ടേ? പ്രതിഷ്ഠിക്കാത്തൊന്ന് സാധ്യം വിഗ്രഹമോ? എന്നിട്ട് കഅബ എന്ന് പറയുന്നത് വിഗ്രഹ പൂജയുടെ കേന്ദ്രമാണ്. അവിടെ ഒരു വിഗ്രഹമേ ഉള്ളൂ, ബാക്കി വിഗ്രഹങ്ങളെയൊക്കെ മുഹമ്മദ് തകർത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തകർത്തത് ഒരു വിഗ്രഹത്തെ അല്ല. അവിടെ മക്ക ജയിച്ചടക്കിയതിന് ശേഷം കഅബയുടെ പരിസരത്തും ഉണ്ടായിരുന്ന സകലമാന വിഗ്രഹങ്ങളെയും അദ്ദേഹം നശിപ്പിച്ചിട്ടുള്ളത് ശരിയാണ്. കാരണം മക്ക എന്ന് പറയുന്നത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു നഗരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജർ, ഈ 3 ആളുകൾക്കാണ് ഇതിന് മുൻകൈയുള്ളത്. അവരാണ് അവിടെ ഏകദൈവ വിശ്വാസം സ്ഥാപിച്ചിട്ടുള്ളത്. അവരുടെ സന്താന പരമ്പരകളാണ് ഖുറൈശികൾ എന്ന് പറയുന്ന ആളുകൾ. അവർ അംലബിനുൽ ലുഹയ്യ് അവിടെ ഈ വിഗ്രഹം സ്ഥാപിക്കുന്നത് വരെ അവിടെ ഒരു വിഗ്രഹമില്ലായിരുന്നു. ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഅബ നിലകൊണ്ടിരുന്നത്. ഇത് ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ബോധ്യമാവുന്നൊരു സംഗതിയാണ്. ഇതിനെ ഖണ്ഡിക്കാൻ ജബ്ബാറിൻ്റെ അടുത്ത് യാതൊരു ചരിത്ര വസ്തുതയില്ല എന്നുള്ളതാണ് സംഗതി. പിന്നെ അങ്ങനെ തൊള്ളവടായി പറയാം, അതിപ്പോൾ ആർക്കും പറഞ്ഞൂടെ. ഇവർക്കുള്ളൊരു സുഖം എന്താ പറഞ്ഞാൽ തെളിവിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നത് പോലെ എന്താണോ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാമെന്നുള്ള, എന്നിട്ട് അത് വെച്ചിട്ടാണ് അവർ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. അപ്പോൾ കഅബ എന്ന് പറയുന്നത് വിഗ്രഹപൂജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭവനമല്ല, ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭവനമാണ്. അത് വിഗ്രഹപൂജകരായ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൈയടക്കി അവരിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്നിട്ട് പിന്നെ മൂപ്പര് വലിയൊരു വിവരം വിളമ്പുന്നുണ്ട്. എന്താണത്? ഇസ്ലാമിൽ ബഹുദൈവ വിശ്വാസമില്ല, വിഗ്രഹപൂജ ഇല്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിൽ വിഗ്രഹപൂജ ഉണ്ട്. എവിടെയാണ് ജബ്ബാറെ വിഗ്രഹപൂജ ഉള്ളത്? കഅബ എന്ന് പറയുന്നത് വിഗ്രഹപൂജയുടെ കേന്ദ്രമാണെന്ന് എങ്ങനെ പറയൽ? ലേശം നോള വേണ്ടേ? അതില്ല. പിന്നുള്ളത് ഹജറുൽ അസ്വദാണ്. ഈ ഹജറുൽ അസ്വദ് ഒരു വിഗ്രഹം എന്നുള്ളതിനാണോ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് തന്നെ കഅബ എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ കിഴക്കേ മൂലയിൽ ഒരു ചെറിയ പൊത്തിൽ ചെറിയ 2-3 കല്ലിൻ്റെ കഷ്ണങ്ങളാണ് ഉള്ളത്. അതിനാരും ദിവ്യത്വം കൽപ്പിക്കുന്നില്ല. അവിടെ ചുംബിക്കുന്നു എന്നുള്ളത് ചുംബിക്കൽ ദിവ്യത്വം കൽപ്പിക്കലാവോ? എന്നാൽ പിന്നെ നമ്മൾ ആരൊക്കെ ചുംബിക്കുന്നുണ്ട് അതൊക്കെ ദിവ്യത്വം കൽപ്പിച്ചിട്ടാണ്. അപ്പോൾ ഒരു സാധനത്തെ ദൈവമായി പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനുണ്ട് ചില ആചാരങ്ങളും മര്യാദകളും ഒക്കെ. അതൊന്ന് ജബ്ബാറിന് അത് അറിയില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലെ അതറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്തിനേറെ ക്രിസ്ത്യാനികൾ പോലും അവരുടെ ഈ സിദ്ധന്മാരായിട്ടുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുമ്പോൾ അവർക്ക് അതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അവരതിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷ്ഠയുമായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി പോലും ഈ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചതിലില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് സംഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ചുംബിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിനെ ചുംബിക്കുന്നു. എന്നല്ലാതെ അതിന് മുസ്ലിങ്ങൾ ആരും ഒരു ദിവ്യത്വം കൽപ്പിക്കുന്നില്ല. ഇനി അത് ചുംബിച്ചില്ല എന്നതുകൊണ്ട് ഇസ്ലാമിൽ അതുകൊണ്ട് കുഴപ്പമില്ലതാണ്. വിഗ്രഹപൂജ അങ്ങനെയാണോ? വിഗ്രഹപൂജ പറഞ്ഞാൽ വിഗ്രഹത്തെ ഏതെങ്കിലും നിലക്ക് വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഗ്രഹപൂജ ആണ്. അതിന് ചില രീതികൾ, ആചാരങ്ങൾ, മര്യാദകളൊക്കെ ഉണ്ട്. ആ മര്യാദകൾ അനുഷ്ഠിച്ച് പ്രതിഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഒരു സാധനം വിഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് ആ വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ല, വായിൽ വന്നത് ഇങ്ങനെ വിളിച്ചു പറയാം എന്നുള്ളതാണ്. അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ.